എന്ത് കാര്യത്തിനാണ് രാഹുലെ കോണ്ടാക്ട് ചെയ്യുന്നത്? രാഹുൽ വെറുതെ ഇങ്ങനെ നടിക്കരുത്. രാഹുൽ വെറുതെ ഇങ്ങനെ നടിക്കരുത്. രാഹുൽ നോക്കൂ, ഏപ്രിൽ 9-നും 10-നും ഉള്ള കാര്യത്തിൽ മാർച്ച് 25-ന് ഇട്ടിരിക്കുന്ന FIR-ൽ ആ വകുപ്പ് ഉണ്ടാകണമെന്ന് രാഹുൽ ഇത്രയും നേരം ബാധിച്ചത് പൊളിഞ്ഞില്ലേ? രാഹുൽ ഞാൻ ചോദിക്കുന്ന കാപട്യം നമ്മൾ എന്തിനാ കാണിക്കുന്നത്? യഥാർത്ഥ കേരള സ്റ്റോറി എന്ന് വാഴ്ത്തിപ്പാടിയ ഒരു വിവാഹം ഇന്ന് നിയമത്തിന്റെ മുന്നിൽ ചോദ്യം ചെയ്യപ്പെടുകയാണ്. കുംഭമേള വൈറൽ താരം മൊണാലിസയുടെ വിവാഹത്തിൽ പോക്സോ കേസ് ഉണ്ടെന്ന് പറഞ്ഞ് മധ്യപ്രദേശ് പോലീസ് കേരളത്തിലെത്തുമ്പോൾ അന്വേഷണം പൂർത്തിയാക്കാനാകാതെ മടങ്ങേണ്ടി വരുന്നു. ഇത് സാധാരണ പരാജയമല്ല, ആരുടെയോ ഇടപെടൽ ഉണ്ടെന്ന സംശയം ഉയരുന്നില്ലേ? CPM പറയുന്നു സംഘ് പരിവാർ ഗൂഢാലോചന. പക്ഷേ ഒരു പോക്സോ കേസ് ഉണ്ടെങ്കിൽ അതിനെ ഗൂഢാലോചന എന്ന് പറഞ്ഞ് തള്ളിക്കളയാനാകുമോ? ഒരു ബാലികയുടെ സുരക്ഷയേക്കാൾ വലുതാണോ രാഷ്ട്രീയം? വിവാഹം നടത്തിക്കൊടുത്തത് ആരൊക്കെ? CPM സംസ്ഥാന സെക്രട്ടറി, MP, മന്ത്രി. ഇവർക്ക് ഉത്തരവാദിത്തമില്ലേ? 2008 എന്ന് പറഞ്ഞൊരു കള്ള സർട്ടിഫിക്കറ്റ് ആയിട്ടാണ് ആ പെൺകുട്ടിയും അവളെ ഇപ്പം കല്യാണം കഴിഞ്ഞ ഫർമാൻ ഖാനും കേരളത്തിലെത്തിയത്. ആരാണ് ഇവരെ കേരളത്തിൽ കൊണ്ടുവന്നത്? ഇവർക്ക് രണ്ടുപേർക്കും ഡേറ്റ് ഓഫ് ബർത്ത് കേരളത്തിൽ ഇല്ല. പക്ഷേ മിശ്ര വിവാഹത്തിനെ പ്രൊമോട്ട് ചെയ്യാം എന്ന രീതിയിൽ അവരെ ഇവിടെ കൊണ്ടുവന്നത് ആര്? പക്ഷേ ഈ കുട്ടി മൈനറാണ്. മൈനർ ആകുമ്പോഴാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. അതിനകത്ത് പ്രൊവിഷൻ ഓഫ് ചൈൽഡ് മാരേജ് ആക്ട് 2006 അതനുസരിച്ച് ഇത് വോയിഡാണ്. ഈ മാരേജ് അത് നിലനിൽക്കുന്ന മാരേജ് അല്ല. ഇതിനകത്ത് ഈ നമ്മുടെ ഇവിടുത്തെ ഒരു മന്ത്രിയും ഇവിടുത്തെ ഒരു പാർട്ടി സെക്രട്ടറിയും അതുപോലെ ഒരു രാജ്യസഭയിലെ ഒരു MPയും ഇതിന് കൂട്ടുനിന്നു. അപ്പം കൂട്ടുനിന്നാലൊക്കെ ഒഫൻസിലോട്ട് പോകുമെന്നുള്ളതാണ്. അതേതായാലും നന്നായി. ഇതിനകത്ത് വേറൊരു പ്രശ്നമുണ്ട്. കുട്ടി പ്രഗ്നന്റ് ആണ്. ഈ പ്രഗ്നന്റ് ആയ ഒരു കുട്ടി ഇനി മൈനർ കുട്ടി പ്രസവിച്ചാൽ അത് തീർച്ചയായിട്ടും അതിന്റെ കസ്റ്റോഡിയൻ ഗവൺമെന്റേ വരുള്ളൂ. മധ്യപ്രദേശിൽ നിന്ന് മൊണാലിസ ഭോസ്ലെ എന്ന് പറഞ്ഞ കുട്ടി ജനിക്കുന്നത് ജനുവരി 1, 2008 അത് തെളിയിക്കാൻ അന്ന് ബർത്ത് സർട്ടിഫിക്കറ്റ് ആ കുട്ടിയുടെ കയ്യിലുണ്ട്. അതിന്റെ ബേസ് ചെയ്ത് കിട്ടിയ ആധാർ കാർഡുകൾ, 2 ആധാർ കാർഡുകൾ, മൊണാലിസ ഏകദേശം 10 വർഷം മുമ്പ് എടുത്ത കുഞ്ഞായിരുന്നപ്പോഴത്തെ ആധാർ കാർഡ്, അതിനുശേഷം ഇപ്പോഴത്തെ ആധാർ കാർഡ്, പാൻ കാർഡ്, അവിടുത്തെ ഇലക്ടറൽ ക്രെഡൻഷ്യൽസ് ഉള്ള കാർഡ്, ഈ കാര്യങ്ങളെല്ലാം ആ കുട്ടിയുടെ ഇരിപ്പുണ്ട്. ആധാർ കാർഡ് അല്ലല്ലോ അതിൽ ബാധകമാകുന്നത്, അത് ജനന സർട്ടിഫിക്കറ്റ് തന്നെയാണ്. ജനന സർട്ടിഫിക്കറ്റ് ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കുവാനായിട്ട് ആ ജനന സർട്ടിഫിക്കറ്റ് മധ്യപ്രദേശ് സർക്കാർ റദ്ദാക്കിയിട്ടില്ലേ? അത് ശരിയാണോ തെറ്റാണോ? അല്ല, മധ്യപ്രദേശ് സർക്കാർ റദ്ദാക്കിയിട്ടുണ്ട്. ഇനി ഒരു കാര്യം കൂടി, ജനന സർട്ടിഫിക്കറ്റ് റദ്ദാക്കിയാലും ഈ കമ്മ്യൂണിസ്റ്റുകാരോടുള്ള ദേഷ്യം വെച്ച് ഗോവിന്ദ മാഷിനെയും മേയറേയും MPയെ കുറ്റം പറയുന്നതിൽ എന്താ അർത്ഥം? ഇനി റദ്ദാക്കിയെന്ന് ഇരിക്കട്ടെ, റദ്ദാക്കിയാലും ആ പെൺകുട്ടി കല്യാണം കഴിക്കുന്ന സമയത്ത് അത് വാലിഡ് ആയിരുന്നല്ലോ. റദ്ദാക്കാൻ കാരണം അത് കള്ള സർട്ടിഫിക്കറ്റ് ആയതുകൊണ്ടല്ലേ? അല്ല, അതുകൊണ്ടല്ല. എന്താണ്? അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാൽ പോലെ. യഥാർത്ഥത്തിൽ ഹിന്ദു മുസ്ലിം കല്യാണങ്ങളോടുള്ള അസഹിഷ്ണുതയും ഇവർക്ക് പണി കൊടുക്കാനുള്ള ആഗ്രഹവും കൊണ്ട് പ്രഥം ദൂബയെ പോലൊരു വ്യക്തി ചെന്ന്, അല്ലെങ്കിൽ പുള്ളി ഒരു തീവ്ര ഹിന്ദുത്വവാദി ലൈനുള്ള ആളാണ്, അയാൾ ചെന്ന് മാനിപ്പുലേറ്റ് ചെയ്തതാണ് ഈ കുട്ടിയുടെ. ക്ലാരിറ്റി വേണം. ഏത് സർട്ടിഫിക്കറ്റ്? ഈ പറയുന്ന വിവാഹത്തിന് വേണ്ടി ഹാജരാക്കിയ സർട്ടിഫിക്കറ്റ്, അതായത് 1/1/2008 ആ കുട്ടി ജനിച്ചത് എന്ന് കാണിക്കുന്ന സർട്ടിഫിക്കറ്റ് മധ്യപ്രദേശ് സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തി റദ്ദാക്കിയതാണ് എന്നാണ് താങ്കൾ പറയുന്നത് അല്ലേ? 100%. ഈ വിവരക്കാട് പറഞ്ഞതൊക്കെ ഇച്ചിരി മര്യാദ വേണം ഇൻസ്പെക്ടറെ. ഇപ്പൊ ആ പെൺകുട്ടി പ്രഗ്നന്റും കൂടിയാണ്. യഥാർത്ഥത്തിൽ നമ്മൾ ഇവരെ ദ്രോഹിക്കുന്നത് കൊണ്ട് യാതൊരു അർത്ഥവുമില്ല. ശ്രീ മഞ്ജുഷ്, ഒറ്റ കാര്യം ആലോചിച്ച് നോക്കൂ. 2 ആധാർ കാർഡുകൾ, അതായത് ആദ്യത്തെ ആധാർ കാർഡിന്റെ ഫോട്ടോ പഴയത്, പിന്നത്തെ ഇപ്പോഴത്തെ ഫോട്ടോ, ആധാർ കാർഡ് 10 വർഷം മുമ്പത്തെ ആധാർ കാർഡ്, പാൻ കാർഡ്, ഈ കുട്ടിയുടെ ഇലക്ടറൽ ക്രെഡൻഷ്യൽ, അതായത് ആ കുട്ടിയെ ഇലക്ടറൽ ID-യിൽ കയറ്റിയിട്ടുണ്ട്. ഇതെല്ലാം അവർക്ക് മാനിപ്പുലേറ്റ് ചെയ്ത് ഉണ്ടാക്കാൻ കഴിയുന്നു. നേരെ തിരിച്ച് ഇവർ ചെയ്തത് ഈ പെൺകുട്ടിയുടെ അനിയൻ, ഞാൻ പറയട്ടെ, അപ്പോൾ NCST-യിൽ ഹാജരാക്കിയതോ, നാഷണൽ കമ്മീഷൻ ഓഫ് ഷെഡ്യൂൾഡ് ട്രൈബ്സ്, അവിടെ ഹാജരാക്കിയത് സർട്ടിഫിക്കറ്റോ? അത് വ്യാജമാണ്, തെറ്റാണ്. പ്രഥം ദൂബെ മിസ്റെപ്രസെന്റ് ചെയ്തതാണ്. ഈ പെൺകുട്ടിയുടെ അനിയന്റെ ബർത്ത്ഡേ ഈ പെൺകുട്ടിയുടേതാണ് എന്ന് മിസ്റെപ്രസെന്റ് ചെയ്ത് ഈ പെൺകുട്ടിക്കും ഫർമാനും പണി കൊടുക്കാൻ വേണ്ടി ചെയ്തതാണ്. നോക്കൂ, ഇതിലൊരു പ്രധാനപ്പെട്ട പ്രശ്നം ശ്രീ രാഹുൽ ഈശ്വർ അദ്ദേഹത്തിന്റെ തന്നെ വാദങ്ങളെയാണ് ആധികാരികമായിട്ട് ആശ്രയിക്കുന്നത് എന്നുള്ളതാണ്. രാഹുൽ ഈശ്വർ പറയുന്ന വാദങ്ങളെയാണോ മധ്യപ്രദേശ് സർക്കാർ പറയുന്ന വാദങ്ങളെയാണോ നമുക്ക് മുഖവിലക്കെടുക്കാൻ കഴിയുന്നത് എന്ന് ചോദിച്ചാൽ നിശ്ചയമായിട്ടും അതൊരു സർക്കാർ പറയുന്ന കാര്യങ്ങളെയാണ്. ഏതെങ്കിലും രീതിയിലത്തേക്കുള്ള ഒരു പ്രകോപനത്തിന്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും ഒരു ഹിന്ദുത്വ ശക്തി ആവശ്യപ്പെട്ട് കേരള സ്റ്റോറി 3 ക്രിയേറ്റ് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹത്തിന്റെ പേരിൽ പറഞ്ഞാൽ
അതിന് ഉടനെ തന്നെ വെള്ളം കോരാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ആൾക്കാരാണോ നമ്മുടെ നാട്ടിലെ ഒരു സർക്കാർ അല്ലെങ്കിൽ ഒരു സംസ്ഥാനം ഭരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ലോജിക്കലായിട്ടോ റീസണബിൾ ആയിട്ടോ എനിക്ക് തോന്നുന്നില്ല. അതേസമയം ശ്രീ രാഹുൽ ഈശ്വർ പറയുന്ന അദ്ദേഹത്തിന്റെ വാദം അനുസരിച്ചിട്ടുള്ള ലോജിക്കലായിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എങ്ങനെയാണ് ഒരു വ്യക്തിയുടെ പാൻ കാർഡും ആ വ്യക്തിയുടെ ആധാർ കാർഡും ആ വ്യക്തിയുടെ വോട്ടർ ID കാർഡും ഒക്കെ ഉണ്ടാക്കുന്നത് അത് വ്യാജമായിട്ട് നിർമ്മിക്കാൻ കഴിയുമോ എന്നാണ്. അത് വ്യാജമായിട്ട് നിർമ്മിക്കാൻ കഴിയും എന്നെങ്കിലും നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. കുട്ടിയുടെ അച്ഛൻ്റെയും അമ്മയുടേതുമാണ്. അതിന്റെ അമ്മ പറയുന്നത് എൻ്റെ മകൾക്ക് 16 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ, ഞാൻ വിവാഹത്തിന് പെർമിഷൻ കൊടുത്തിട്ടില്ല എന്നാണ്. അപ്പൊ ഏതോ ഒരു പ്രഥം ദുബെയാണോ നമ്മൾ ആശ്രയിക്കുന്നത്, അതോ ഈ പെൺകുട്ടിയുടെ അമ്മയെയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയും നേരത്തെ സർക്കാരിന്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ആ പെൺകുട്ടിയുടെ അമ്മയെ നമുക്ക് വിശ്വസിക്കാനായിട്ട് കഴിയുകയുള്ളൂ. കാരണം ഇതിൽ മറ്റേ ചില കാര്യങ്ങൾ കൂടി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതായത് ശ്രീ രാഹുൽ ഈശ്വർ ഇവിടെ ആശ്രയിക്കുന്നത് ഏജിന്റെ പ്രൂഫായിട്ടുള്ളത് ആധാർ കാർഡിനെയും ഒപ്പം വോട്ടർ ID കാർഡിനെയും ഒക്കെയാണ്. പക്ഷെ അത് ഇന്ത്യയിൽ അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന ഏജ് പ്രൂഫ് അല്ല എന്നുള്ള വിവരം ശ്രീ രാഹുൽ ഈശ്വർ മനസ്സിലാക്കേണ്ടതാണ്. അതുമായി ബന്ധപ്പെട്ട് നിരവധി സുപ്രീം കോടതി ഉത്തരവുകളുണ്ട്. അങ്ങനെയൊക്കെ വഴിയില്ലോ. പക്ഷേ രാഹുൽ പറയുന്നത് 1/1/2008 എന്നുള്ളതാണ് കൃത്യമായ ഡേറ്റ് ഓഫ് ബർത്ത്. ഈ പറയുന്ന ദുബെ അദ്ദേഹം സമ്മർദ്ദം ചെലുത്തിയാണ് ഈ 31/12/2009 18 വയസ്സ് തികയാത്ത ആ ബർത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയത് എന്നാണ്. അല്ല, ഞാൻ ചോദിക്കുന്നത് ഒരു മധ്യപ്രദേശ് സർക്കാരിന്, എല്ലാവരുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഒരു ഗവൺമെന്റിന് ഇപ്പൊ VHP അല്ലല്ലോ ബർത്ത് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത്. അങ്ങനെ ബർത്ത് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുകയും അത് റദ്ദാക്കുകയും ചെയ്യുന്നതിനുള്ള അതോറിറ്റീസ് ഇരിക്കുന്ന ഒരു സ്ഥലത്ത് ഗവൺമെന്റ് ഒരു കാര്യം ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് അവിടെ എന്ത് തരത്തിലുള്ള VHP താല്പര്യമാണ് ഉണ്ടാവുക, അല്ലെങ്കിൽ തീവ്ര ഹിന്ദുത്വ താല്പര്യമാണ് അവിടെ ഉണ്ടാവുക? എനിക്കത് മനസ്സിലാവാത്തതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. അവിടെ കൊണ്ടുവന്നിരിക്കുന്നത് ഇത് ഡിസ്പ്യൂട്ട് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? അത് ഡിസ്പ്യൂട്ട് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ നമ്മുടെ ആരുടെ കാര്യത്തിലാണെങ്കിലും ബർത്ത് സർട്ടിഫിക്കറ്റിന്റെ കാര്യത്തിൽ ഡിസ്പ്യൂട്ട് ഉണ്ടെങ്കിൽ ഹോസ്പിറ്റൽ റെക്കോർഡ്സ് ആണ് പരിശോധിക്കുക. അപ്പോൾ ഹോസ്പിറ്റൽ റെക്കോർഡ്സ് നിങ്ങൾക്ക് ഓൾട്ടർ ചെയ്യാൻ പറ്റുമോ? ബർത്ത് സർട്ടിഫിക്കറ്റ് ഓൾട്ടർ ചെയ്യാൻ പറ്റുമോ? ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് പറ്റുന്നത് ബർത്ത് സർട്ടിഫിക്കറ്റ് ആണ്. അതൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യം അല്ലേ? മധ്യപ്രദേശ് ഗവൺമെന്റിനെ ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയത്തിന്റെ പേരിൽ നമ്മൾ അങ്ങനെ പറഞ്ഞാൽ NCST എന്ന് പറയുന്ന ഷെഡ്യൂൾഡ് ട്രൈബ് വിഭാഗത്തിലുള്ള ആൾക്കാരുടെ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്ന ഒരു ബോഡി ഒന്നും കാണാതെ ഇത് ചെയ്തുവെന്നോ അല്ലെങ്കിൽ അവിടെ തീവ്ര ഹിന്ദുത്വ ആൾക്കാരുടെ സ്വാധീനം കാരണം അവർ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ കാര്യത്തിനും അങ്ങനെ പറഞ്ഞുകൂടെ? അത് ശരിയാ. ഇപ്പൊ ഞാൻ ഇവിടെ വന്നതിന് ശേഷം എനിക്ക് വേണമെങ്കിൽ പറയാം തീവ്ര ഇസ്ലാമിക പക്ഷത്തിന്റെ അല്ലെങ്കിൽ തീവ്ര ക്രിസ്തീയ പക്ഷത്തിന്റെ തീവ്ര ഹിന്ദു പക്ഷത്തിന്റെ ഭാഗമായിട്ടാണ് ഒരാളൊരു അഭിപ്രായം എടുക്കുക, എല്ലാ കാര്യങ്ങളിലും അയാൾ അങ്ങനെയാണ് അഭിപ്രായം എടുക്കുക എന്ന് പറഞ്ഞ പിന്നെ ആർഗ്യുമെന്റ് എവിടെയാണ് നിലനിൽക്കുക? ഞാൻ പറഞ്ഞത് നമ്മൾ മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾ എന്തിന്റെ പേരിലാണ്? ഒന്ന്, ശരിയാണ്, ബർത്ത് സർട്ടിഫിക്കറ്റ് ആധികാരിക രേഖയാണ്. പക്ഷേ ആ ബർത്ത് സർട്ടിഫിക്കറ്റ് സ്റ്റാൻഡ്സ് ക്യാൻസൽ. ആ ബർത്ത് സർട്ടിഫിക്കറ്റ് ക്യാൻസൽ ചെയ്യാനായിട്ട് 2 ഏജൻസികൾ, അതായത് അതിനെ വെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് NCSTയും അതിനെ ക്യാൻസൽ ചെയ്യാനായിട്ട് മധ്യപ്രദേശ് സർക്കാരും തീരുമാനിക്കുന്നത് ഹോസ്പിറ്റൽ റെക്കോർഡ്സിന്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളത് നമ്മുടെ മുന്നിലുള്ള ഫാക്ട് ആണ്. ഒന്ന്, മൈനർ അല്ല എങ്കിൽ മധ്യപ്രദേശ് സർക്കാരും NCSTയും, ഞാൻ പറഞ്ഞത് NCST എന്ന് പറഞ്ഞ ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ അക്കൗണ്ടബിലിറ്റി ഉള്ള ഒരു ബോഡിയാണ്. അവർ എന്തിന്റെ പേരിലാണ് വെരിഫൈ ചെയ്തതിനു ശേഷം അത് വേണ്ടെന്ന് ഏതോ ഒരു പ്രഥം എന്ന് പറഞ്ഞ ഒരു വ്യക്തി പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ താളത്തിന് തുല്യൻ അയാൾ ഇന്ത്യൻ പ്രസിഡന്റ് ആണോ? രാഹുൽ, അതിന് NCSTയും മധ്യപ്രദേശ് സർക്കാരും കൂട്ടുനിൽക്കുന്നു എന്നുള്ളതാണ് രാഹുലിന്റെ ആരോപണം. അതത്ര ചെറിയ കാര്യമല്ല. സർക്കാരുകൾ നമ്മുടെ ലെഫ്റ്റ് ഗവൺമെന്റ് എത്രയോ കള്ളക്കേസിൽ അത് ശരിയായ ആരോപണം അല്ല രാഹുൽ. ഇതിന്റെ പ്രധാന എന്നാ പിന്നെ രാഹുൽ പറയുന്നു അല്ല ഞാൻ ഒരു കാര്യം ചോദിക്കാം. എന്നാ പിന്നെ രാഹുൽ പറയുന്നു പോക്സോ കേസ് ചാർജ് ചെയ്തിട്ടില്ല എന്ന്. അങ്ങനെയാണെങ്കിൽ അവർക്ക് പോക്സോ കേസ് അങ്ങ് ചാർജ് ചെയ്താൽ പോരെ? ഇത്രയും NCST അങ്ങനെ സജസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ. പോക്സോ കേസ് എടുക്കണമെന്ന് ആ റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ടല്ലോ. പോക്സോ കേസ് എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇല്ല, പോക്സോ കേസ് ഇല്ല. അത് പോക്സോ കേസ് എടുക്കണമെന്ന് ശുപാർശ ചെയ്തിട്ടുണ്ട്. അതാണ് ശ്രീത് ചോദിച്ചത്. അങ്ങനെയാണെങ്കിൽ ഇത്രയും രാഷ്ട്രീയ സമ്മർദ്ദത്തിന് വഴിപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതുകൂടി അങ്ങ് എടുക്കാമായിരുന്നല്ലോ. അതുപോലെ ഇവരുടെ മാരേജിനെ തകർക്കുകയും ഫർമാൻ ഖാനെ അനാവശ്യമായിട്ട് ഒരു മതത്തിന്റെ പേരിൽ പീഡിപ്പിക്കുകയും ചെയ്യാനാണെങ്കിൽ ഈസിയസ്റ്റ് ഓപ്ഷൻ ഈസ് പോക്സോ. രാഹുൽ അപ്പൊ അബ്ഡക്ഷൻ നിൽക്കുമോ? പെൺകുട്ടി അച്ഛന്റെ കൂടെയാണ് വന്നിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഫർമാൻ ഖാനെതിരെയുള്ള അബ്ഡക്ഷൻ നിലനിൽക്കുമോ? അതെങ്ങനെ? എന്നാ പിന്നെ നിൽക്കാത്ത എന്നാ പിന്നെ നിൽക്കാത്ത അബ്ഡക്ഷൻ മാത്രമേ ഇടാവൂ, നിൽക്കാത്ത പോക്സോയും കൂടെ കിട്ടൂടെ? അതോ നിൽക്കാത്ത ഒരെണ്ണം മാത്രമേ മധ്യപ്രദേശ് പോലീസ് ഇടൂ എന്നാണ്? കൃത്യ ഉത്തരം പറയണം. പോക്സോ ഇടാത്ത എന്താ? പോക്സോ ഇടേണ്ട വകുപ്പ് ഞാൻ ചോദിക്കുന്നത് അതാണ്. രാഹുൽ പറയുന്നത് അത് എന്റെ ചോദ്യമാണ്. അല്ലല്ല, എന്റെ ചോദ്യമാണ്.
രാഹുൽ പറയുന്നത് അങ്ങനെ. എന്റെ ചോദ്യമാണ് രാഹുലിനോട്, താങ്കൾ പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് മധ്യപ്രദേശ് ഗവൺമെന്റിനെയും NCSTയെയും ഉപയോഗിച്ചുകൊണ്ട് ഇവരെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നതിന് വേണ്ടിയും ഫർമാൻ ഖാനെ ഒറ്റ തിരിഞ്ഞ് മാറ്റി നിർത്തിയതിനു ശേഷം മതത്തിന്റെ പേരിൽ കൂടി തീവ്ര ഹിന്ദുത്വ ശക്തികൾക്ക് ആക്രമിക്കുന്നതിനും അതാണ് ഇവരുടെ ഉദ്ദേശമെങ്കിൽ ഈസിയസ്റ്റ് ഓപ്ഷൻ ഈസ് പോക്സോ എന്തുകൊണ്ടിട്ടില്ല എന്നുള്ളത് എന്റെ ചോദ്യമാണ്. അത് രാഹുൽ എന്നോടല്ല ചോദിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ അബ്ഡക്ഷൻ നിലനിൽക്കുവോ? അങ്ങനെയാണെങ്കിൽ അബ്ഡക്ഷൻ നിലനിൽക്കുവോ? എന്നാ പിന്നെ രണ്ടും നിൽക്കാത്ത രണ്ടുകൂടെ കിട്ടാൻ പോരെ? വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കുന്നത്? ശരി, രാഹുലിന്റെ വാദമാണ്, മുഴുവൻ രാഹുലിന്റെ വാദമാണ് കേട്ടോ വരുന്നത്. ഇതൊന്നും മധ്യപ്രദേശ് പോലീസിന്റെ വാദമോ NCSTയുടെ വാദമോ ഒന്നുമല്ല. രാഹുൽ ഇത് പറയണത് എന്താണെന്ന് വെച്ചാൽ രാഹുലാണ് കേട്ടോ നിയമോപദേശം കൊടുക്കുന്ന ഇവർക്ക്, അതുകൊണ്ടാണ്. ശ്രീ ജോർജ് ജോസഫ്, രാഹുൽ ഇത് പറയണത് എന്താണെന്ന് വെച്ചാൽ രാഹുലാണ് കേട്ടോ നിയമോപദേശം കൊടുക്കുന്ന ഇവർക്ക്, അതുകൊണ്ടാണ്. മനസ്സിലായി. അപ്പൊ അതിന്റെ ഏനക്കേടായിരുന്നല്ലേ? ഈ ഉത്തരവാദിത്തപ്പെട്ടിരിക്കുന്ന നേതാക്കന്മാര് ആ കുട്ടിയുടെ വീട്ടുകാരുമായി സംസാരിച്ചതിന് ശേഷമാണോ ആ വിവാഹം നടത്തി കൊടുത്തിരിക്കുന്നത്? ഒന്നുമല്ല. അറിയപ്പെടുന്ന, പരസ്യമായിട്ട് എല്ലാവർക്കും അറിയാവുന്ന രണ്ട് വ്യക്തികളാണ്, അവരുടെ പ്രായം ഇന്നതാണ് എന്ന് എല്ലാവർക്കും അറിയാവുന്ന സമയത്ത് അവർക്ക് വീട്ടിൽ എതിർപ്പുണ്ടെങ്കിൽ നടത്തി കൊടുക്കുന്ന ഒരു വിവാഹം പോലെ കാണാൻ കഴിയുന്ന കാര്യമല്ല. ഇവിടുത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാർ ആരൊക്കെയാണ്? ഒരു MLAയും ഒരു MP യും പിന്നെ ഒരു മന്ത്രിയും. അങ്ങനെയുള്ള ആൾക്കാർ ഇൻവോൾവ് ചെയ്തിരിക്കുന്ന ഒരു കേസ് ആയതുകൊണ്ടാണ് കേരള പോലീസ് അതിൽ താല്പര്യം കാണിക്കാത്തതെന്നുള്ളത് ആർക്കറിയാൻ വയ്യാത്തത്. അവരുടെ പൊളിറ്റിക്കൽ നറേറ്റീവിനും അവരുടെ പൊളിറ്റിക്കൽ പ്രൊട്ടക്ഷനും അത് സൂട്ട് ചെയ്യുന്നില്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ് അത് ചെയ്തിരിക്കുന്നത്. 100% ഞാൻ യോജിക്കുന്നു. രാഹുൽ ഈശ്വറിന്റെ വാദങ്ങളൊക്കെ ഈ ഫോളിംഗ് ഫ്ലാറ്റ് എന്ന് പറയാവുന്ന കാര്യം വരുന്നതിന്റെ കാരണം ഇതാണ്. അതായത് ഇവരെ ബുദ്ധിമുട്ടിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി പിന്നെ അവരെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ അനുവദിക്കാത്ത രീതിയിലത്തേക്ക് അവരെ പൂട്ടണമെങ്കിൽ നേരിട്ട് ആദ്യം ചെയ്യേണ്ടത് പോക്സോ കേസ് എടുക്കുക തന്നെയാണ്. അപ്പൊ അതിന് രാഹുൽ ഈശ്വർ പറയുന്ന വാദം എന്താണ്? പോക്സോ കേസ് എടുക്കാത്തത് നിലനിൽക്കാത്തത് കൊണ്ടാണ് എന്ന്. അപ്പൊ അബ്ഡക്ഷൻ കേസോ എന്ന് ചോദിക്കുമ്പോൾ അതും നിലനിൽക്കത്തില്ല എന്ന്. അങ്ങനെയാണെങ്കിൽ എന്തിനാ പിന്നെ അബ്ഡക്ഷൻ കേസ് എടുത്തത്? പോക്സോ കേസ് നിലനിൽക്കത്തില്ല എന്ന് അറിഞ്ഞുകൊണ്ട് അതിനെ ഒഴിവാക്കുകയാണെങ്കിൽ അബ്ഡക്ഷൻ കേസും നിലനിൽക്കത്തില്ല എന്ന് അറിഞ്ഞുകൊണ്ട് അതിനെ ഒഴിവാക്കുകയാണ് ചെയ്യേണ്ടത്. അങ്ങനെയല്ല ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത് എന്നുള്ളത് അർത്ഥമാക്കേണ്ടത്. മധ്യപ്രദേശ് സർക്കാരിന്റെ യഥാർത്ഥ ബർത്ത് സർട്ടിഫിക്കറ്റ് വന്നല്ലോ, NCSTയുടെ മുമ്പിലും വന്നല്ലോ അത്. ഇല്ല, അതിനുശേഷം, അതായത് ഈ പെൺകുട്ടിയുടെ വിവാഹം നടക്കുന്ന സമയത്ത് ഈ പെൺകുട്ടിക്ക് 18 വയസ്സായെന്ന് തെളിയിക്കുന്ന ബർത്ത് സർട്ടിഫിക്കറ്റ് വാലിഡ് ആൻഡ് ഇൻ ഫോഴ്സ് ആയിരുന്നല്ലോ. ആ ബർത്ത് വാലിഡ് ആണോ അത് ജെനുവിൻ ആണോ എന്ന് ഗോവിന്ദ മാഷ് എങ്ങനെ വെരിഫൈ ചെയ്തു എന്നുള്ളതാണ് എന്റെ ചോദ്യം. അത് ഉത്തരം പറ. അത് നീ ഇപ്പൊ ചോദിച്ചതേ ഒരു ആദ്യം ഊണ ആൻസറാ. അല്ല, രാഹുൽ ഈശ്വർ പറഞ്ഞിരിക്കുന്ന വാദം രാഹുൽ ഈശ്വറിന്റേത് മാത്രമാകുന്നതും നമ്മൾ ഈ കേന്ദ്ര ട്രൈബൽ കമ്മീഷനെ വിശ്വസിക്കുന്നതും മധ്യപ്രദേശ് സർക്കാരിനെ വിശ്വസിക്കുന്നതും അത് രണ്ട് എൻറ്റിറ്റി ആയതുകൊണ്ടല്ലേ? അപ്പൊ രാഹുൽ പറഞ്ഞ എന്താ? തീവ്ര വലതുപക്ഷം അവരെ ഇൻഫ്ലുവൻസ് ചെയ്തു. ഞാൻ കേരള ഗവൺമെന്റിനെ വിശ്വസിക്കുന്നു. അങ്ങനെന്താ മധ്യപ്രദേശ് ഗവൺമെന്റിനെ മാത്രം വിശ്വസിക്കുന്നു? ഞാൻ കേരള ഗവൺമെന്റിനെ വിശ്വസിക്കുന്നു. കേരള ഗവൺമെന്റും കേരള പോലീസും കേരള ഗവൺമെന്റ് ഇതിനകത്ത് സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിട്ടില്ലല്ലോ. കേരള ഗവൺമെന്റ് സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിട്ടുണ്ടോ? മധ്യപ്രദേശ് ഗവൺമെന്റ് ആക്ഷൻ എടുത്തിട്ടുണ്ട്. കേരള ഗവൺമെന്റ് സീറോ ആക്ഷൻ. ആക്ഷൻ മോട്ടിവേറ്റഡ് ആൻഡ് പൊളിറ്റിക്കൽ ആണ് എന്ന് രാഹുൽ ഈശ്വർ പറയുന്നു. രാഹുൽ ഈശ്വറിന്റെ താല്പര്യങ്ങൾ പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് അല്ലെന്ന് ആര് പറഞ്ഞു? രാഹുൽ ഈശ്വറിന്റെ താല്പര്യങ്ങൾ പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആണെന്ന് പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ കേരള ഗവൺമെന്റ് ആക്ഷൻ എടുക്കാതിരുന്നതും പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് എന്ന് പറയുന്നത്. സത്യത്തിൽ താൻ മണ്ടനാണോ അതോ മണ്ടനായിട്ട് അഭിനയിക്കുകയാണോ? അയ്യോ സർ, ഞാൻ അഭിനയിക്കുന്നു അല്ല സർ, തീർച്ചയായിട്ടും അല്ല. മധ്യപ്രദേശ് സർക്കാരിന്റെ NCSTയുടെ താല്പര്യം എന്താ രാഹുൽ ഈശ്വർ ഇതിൽ? താല്പര്യം ഹിന്ദു മുസ്ലിം കല്യാണങ്ങളെ. അങ്ങനെയാണോ NCST പ്രവർത്തിക്കുന്നത്? NCST പ്രവർത്തിക്കുന്ന അങ്ങനെയാണോ? താല്പര്യം എന്താണ്? അല്ല, NCST പ്രവർത്തിക്കുന്ന അങ്ങനെയാണോ? NCST പ്രവർത്തിക്കുന്ന അങ്ങനെയാണോ? കേരള സർക്കാർ പ്രവർത്തിക്കുന്നത് ഇങ്ങനെയാണോ? അല്ല, ഞാൻ പറയുന്നത് NCST എന്ന് പറയുന്നത് കേരള സർക്കാർ ഇതിനകത്ത് കക്ഷിയല്ലെന്നേ. കേരള സർക്കാർ ഇതിനകത്ത് ഒന്നും പറഞ്ഞിട്ടില്ല. ഗോവിന്ദ മാഷിനെ നിങ്ങൾ കേരള സർക്കാർ ആക്കരുത്. നോക്കൂ, താങ്കൾ പറയുന്നതിലെ ഫണ്ടമെന്റൽ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ശിവൻകുട്ടി കേരള സർക്കാരിനെ പ്രതിനിധീകരിച്ച് അതിൽ പങ്കെടുത്തൊന്നുമല്ല. കേരള സർക്കാരിന്റെ സ്റ്റേറ്റ്മെന്റ് ഇല്ല, കേരള സർക്കാർ അതിൽ ആക്ഷൻ എടുത്തിട്ടില്ല. പക്ഷെ മധ്യപ്രദേശ് സർക്കാർ അവരുടെ മുന്നിൽ വന്നിരിക്കുന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് ക്യാൻസൽ ചെയ്യുന്നു. ഇറ്റ്സ് എ സ്റ്റേറ്റ് ആക്ഷൻ. NCST എന്ന് പറയുന്നത് അവരുടെ മുന്നിൽ വന്നിരിക്കുന്ന ഡോക്യുമെന്റുകൾ പരിശോധിച്ചതിന് ശേഷം അവർ ഒരു ആക്ഷൻ എടുക്കുകയും പോക്സോ ചാർജ് ചെയ്യാനായിട്ട് ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുന്നു. ഇറ്റ്സ് എ സ്റ്റേറ്റ് ആക്ഷൻ. ഇവന് കുറച്ച് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. അതും ഇല്ലാതായി. ഈ FIR ഇട്ടിരിക്കുന്ന ഡേറ്റ് ഏതാണ്? രാഹുലിന്റെ കയ്യിൽ FIR ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ FIR കോപ്പി ഇപ്പൊ അയച്ചു തരാം. ഞാൻ അതൊന്ന് എടുത്തോ, കൃത്യമായ ഡേറ്റ് എടുത്തോ. ഞാൻ അതിന് ഒരു ചോദ്യം ചോദിച്ചോട്ടെ. അതിനുശേഷം ആരംഭിച്ചു. ഇനി പറഞ്ഞിട്ടെന്താ കാര്യം? നമുക്ക് വേറെല്ലാം പറയാം. ഗവൺമെന്റ് പറഞ്ഞത് എന്താ? ധൈര്യം ഉണ്ടെങ്കിൽ പോലീസ് ബോക്സ് കൊടുക്കാത്ത. അതുകൊണ്ടല്ലേ ഞാൻ താങ്കളോട് FIR ഡേറ്റ് ചോദിക്കുന്നേ. രാഹുൽ വീണ്ടും ആ വാദം ഉന്നയിക്കുകയാണ്. പോക്സോ കേസ് എടുത്തിട്ടില്ല, എന്തുകൊണ്ട് എടുത്തില്ല? ഡേറ്റ് NCST പറഞ്ഞതാണല്ലോ എടുക്കാനെന്ന്. FIR ഡേറ്റ് പറയൂ രാഹുൽ.
വിട്ടില്ലേ? ശ്രീജിത് ഭായ് ചോദിച്ച ഡേറ്റ് ഞാൻ ശ്രീ മഞ്ജുഷ് ആദ്യം അയക്കാനും ശ്രീജിത് ഭായിക്ക് അയക്കുന്നതായിരിക്കും. 25/3/2026. എക്സാക്ട്ലി. അതായത് ഫസ്റ്റ് FIR ആണത്. അതായത് ഈ കേസിൽ ചാർജ് ചെയ്തിരിക്കുന്ന ആദ്യത്തെ FIR 10-ാം തീയതി, ഏപ്രിൽ മാസം 9-ാം തീയതിയും 10-ാം തീയതിയുമുള്ള ഡേറ്റുകളിൽ ഒന്നിലാണ് NCST പോക്സോ ചാർജ് ചെയ്യാനായിട്ട് അഡ്വൈസ് ചെയ്യുന്നത്. ഇതിനാണ് അവനവൻ പാരാന്ന് പറയുന്നത്. താങ്കൾ പറഞ്ഞിരിക്കുന്നത് അതിനേക്കാൾ 2 ആഴ്ച മുമ്പുള്ള FIR ഡേറ്റ് ആണ്. അന്നത് എടുത്തിരുന്നില്ല. ഇത് എടുത്തിരിക്കുന്നത് NDTV റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഖർഗോൺ ഡിസ്ട്രിക്റ്റിൽ വെച്ചിട്ട് പോക്സോ കേസ് പിന്നീടാണ്. അതായത് ഏപ്രിൽ 9-10 റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. ഇതിനാണ് ഞാൻ ഇത്രയും നേരം പ്രതിഭയാണ്, പ്രതിഭാസമാണ്. പിന്നെ രാഹുൽ ഈശ്വറിന്റെ വാദം ഇവിടെ പൊളിഞ്ഞില്ലേ? രാഹുൽ ഈശ്വറിന്റെ വാദം പൊളിഞ്ഞില്ലേ? 10-ാം തീയതി പറഞ്ഞിരിക്കുന്ന കാര്യം 25-ാം തീയതി മാർച്ചിലത്തെ FIR എങ്ങനെ വരിക? 25-ാം തീയതി എന്നാൽ 17 വയസ്സ് മാത്രമേ പ്രായമുള്ളെങ്കിൽ പോക്സോ ഇടണം. അതിലേക്ക് പോകല്ലേ? ഓടല്ലേ? അതിൽ പോകരുത്. അതിൽ പോകല്ലേ? ഈ ചോദ്യത്തിന് മറുപടി പറയൂ. ഈ ചോദ്യത്തിന്റെ മറുപടി രാഹുൽ ഈശ്വർ ആദ്യം പറയൂ. ഈ ചോദ്യത്തിന്റെ മറുപടി പറയൂ. ഈ ചോദ്യത്തിന്റെ മറുപടി പറഞ്ഞിട്ട് അടുത്തതിലേക്ക് പോകും. അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ മധ്യപ്രദേശ് പോലീസിന് മുന്നിൽ പരാതി കിട്ടിയപ്പോൾ എടുത്ത FIR ആണ് അത്. എക്സാക്ട്ലി. അതിനെ രാഹുൽ ഈശ്വർ തെറ്റിദ്ധരിപ്പിക്കാനായിട്ട് ശ്രമിക്കുകയാണ് ചെയ്തത്. രാഹുൽ ഈശ്വർ തെറ്റിദ്ധരിപ്പിക്കുന്നു. റിപ്പോർട്ട് വന്നതിന് ശേഷം പോക്സോ ആയിട്ട് ഇട്ടു. അത് രാഹുൽ മറച്ചു വെക്കുകയാണ്. രാഹുൽ അത് മറച്ചു വെക്കുകയാണ്. ഇതിങ്ങനെ വെറുതെ വിട്ടാ പറ്റില്ല. റോസപ്പ് പോലുള്ള കവിള എനിക്ക് കൊതിയായിട്ട് പാടില്ല. ഞാൻ എന്ന് 2 പൊട്ടിച്ചിട്ട് ഓടിയിട്ട് വരാം. എന്നെ ഒന്ന് അനുഗ്രഹിച്ചേ. എന്ത് കാര്യത്തിനാണ് രാഹുലെ കോൺടാക്ട് ചെയ്യുന്നത്? രാഹുൽ വെറുതെ ഇങ്ങനെ നടിക്കരുത്. രാഹുൽ വെറുതെ ഇങ്ങനെ നടിക്കരുത്. രാഹുൽ നോക്കൂ, ഏപ്രിൽ 9-നും 10-നും ഉള്ള കാര്യത്തിൽ മാർച്ച് 25-ന് ഇട്ടിരിക്കുന്ന FIR-ൽ ആ വകുപ്പ് ഉണ്ടാകണമെന്ന് രാഹുൽ ഇത്രയും നേരം ബാധിച്ചത് പൊളിഞ്ഞല്ലേ? രാഹുൽ ഞാൻ ചോദിക്കുന്ന കാപട്യം നമ്മൾ എന്തിനാ കാണിക്കുന്നത്? എന്റെ കയ്യിൽ അവനെ കിട്ടിയേ ഞാൻ അവനെ അരിഞ്ഞു മുളകിട്ട് അങ്ങനെ തിന്നിടോ. ഏത് സ്ഥാപനത്തിനും ചീത്തപ്പേരുണ്ടാക്കാൻ കച്ച കെട്ടി നടക്കുന്ന ചില ചെറ്റകളുണ്ടാവും. ഇവിടെയുണ്ട്. അതാ ഈ അവതാരം. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.